ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെയർ ബാൻഡ് വീഡിയോ ആയിട്ടാണ്. ഒരു ബട്ടർഫ്ലൈ ഹെയർ ബാൻഡ്. നമ്മൾ മുമ്പ് ബണ്ണി ഹെയർ ബാൻഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് ചെറിയ വ്യത്യാസമുള്ളൊരു ഹെയർ ബോൺ ഇത്. അത് നമ്മൾ ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത്. ഒരു 12 ഷുഗർ ബീഡ് കോർക്കണം. ചെറിയൊരു ഗിയർ വയർ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 മീറ്ററോളം വരുന്ന ഗിയർ വയറാണ്. അതിലേക്ക് 5 mm തിക്നെസ്സിലുള്ള ഗിയർ വയറാണ്. 12 ഷുഗർ ബീഡ്, ഒരു സിൽവർ കളർ ഷുഗർ ബീഡാണ്. നല്ല ഗ്ലൈസിങ് ഉള്ളൊരു ഷുഗർ ബീഡാണിത്. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു വലിയ ബീഡ് കോർക്കുന്നുണ്ട്. ഇതുപോലെയാണ് കോർക്കുന്നത്. പിറകോട്ട് വലിച്ചെടുക്കണം കോർത്തിട്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് പിരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലും ഓരോ ഫ്ലവർ നമുക്ക് ചെയ്യണം. അടുത്ത ഫ്ലവർ ചെയ്യുന്ന സമയത്ത് 12 ബീഡ്സ് ഇട്ടതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെ പിരിക്കാൻ പാടുള്ളൂ. 2 പ്രാവശ്യം ഒന്ന് പിരിച്ചതിന് ശേഷം അതിനെ പിറകുവശത്തിലൂടെ എടുത്തിട്ട് ഒരു വലിയ ബീഡ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഉള്ളിലൂടെ കയറ്റി കൊടുക്കുക. ശേഷം 2 കൂടെ ഒന്ന് പിരിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ മുമ്പ് ടിയാരക്കൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് ഈ പിരിക്കുന്ന രീതിയൊക്കെ വരുന്നത്. പക്ഷെ ഇതിൻ്റെ സെൻറ്ററിലൊരു മുത്ത് വന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ മുത്തിന് ചുറ്റുമാണ് നമ്മൾ ഷുഗർ ബീഡ് വെച്ചിട്ടുള്ളത്. വീണ്ടും 12 ബീഡിട്ട് വീണ്ടും ഇനി ചെയ്യുന്ന സമയങ്ങളിലെല്ലാം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ട്വിസ്റ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ ഉള്ളിലൂടെ എടുത്ത് വലിയ ബീഡിട്ട് വീണ്ടും പിറകോട്ടെടുത്ത് അതിനൊന്ന് 2 ഗിയർ വയറും കൂടെ ഒന്ന് പിരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ 3 ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ ചെയ്തെടുക്കുകയാണ്. ഒരു ഗിയർ വയർ കൊണ്ട് തന്നെ നമ്മൾ 2 ഭാഗത്തുള്ളതും ചെയ്തിട്ടുണ്ട്. സെൻറ്ററിലൊരു പൂവും 2 സൈഡിലും ഓരോ പൂവും എന്ന നിലക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ മതി. കാണുമ്പോൾ പ്രയാസം തോന്നിപ്പോകും, എന്നാൽ വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ഭാഗത്തെ ഫ്ലവർ ആയി കഴിഞ്ഞു. ഇതുപോലെ ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഇത് ജോയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. ഇനി നമുക്കിത് തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. ബാലൻസ് വരുന്ന ഗിയർ വയർ കട്ട് ചെയ്യാതെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. 11 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും. അതുപോലെ ചെറിയൊരു ഷീറ്റും എടുത്തിട്ടുണ്ട്. അത് 5 സെൻറ്റിമീറ്റർ നീളം 1 സെൻറ്റിമീറ്റർ വീതിയുമാണ്. ഗ്ലിറ്റർ ഷീറ്റാണ്. ബാക്കിൽ ഗമ്മുള്ള ഗ്ലിറ്റർ ഷീറ്റാണ് ഇത്. അത് ബാക്കിലത്തെ ഷീറ്റ് നമ്മൾ അയച്ചു മാറ്റിയതിന് ശേഷം ഇത് 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. പശയുള്ളത് കൊണ്ട് നല്ല സുഖമാണ് ഇത് ചെയ്യാൻ. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ച ആ ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കണം. ശേഷം നമ്മൾ ചെറിയ കഷ്ണം എടുത്തിരുന്നു, അതുകൊണ്ടൊന്ന് സെൻറ്റർ ജോയിൻ ചെയ്യണം.
ഇതുപോലെ. ഇനി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് വെക്കാനുണ്ട്. ആ ക്ലിപ്പ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കണം അതിൻ്റെ അവസാന ഭാഗം വെക്കേണ്ടത്. അലിഗേറ്റർ ക്ലിപ്പും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യണം, എന്നാലേ നല്ല രീതിയിൽ നിൽക്കുള്ളൂ അവിടെ. നമ്മളെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഹെയർ ബാൻഡുമേലും ചെയ്യാം, അലിഗേറ്റർ ക്ലിപ്പുമേലും പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ വേറൊന്ന് ഒരു ഹെയർ ബാൻഡുമേലും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ചെയ്തിട്ട് മുമ്പ് ചെയ്ത അതേപോലെ തന്നെ ആ മെഷർമെൻറ്റിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഹെയർ ബാൻഡുമേൽ ചെയ്യുന്നുണ്ട്. ഹെയർ ബാൻഡുമേൽ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഹെയർ ബാൻഡുമേൽ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു സൈഡിലായിട്ട് വെക്കുന്നതാണ്. ഹെയർ ബാൻഡുമേൽ ചെയ്യുമ്പോഴും ഹെയർ ബാൻഡും കൂടെ കൂട്ടിയിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, താങ്ക് യു.